നമുക്ക് എല്ലാവർക്കും സ്നേഹം. നിങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ കൂട്ടായ്മയിലായിരിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് തൻ്റെ വചനത്തിനാലും പരിശുദ്ധാത്മാവിനാലും നമ്മെ വിശുദ്ധീകരിച്ച് തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടും വിശുദ്ധിയോടും നിർത്തേണ്ടതിന് നമ്മെ വേർതിരിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അത്യന്തമായ പദ്ധതി അനുസരിച്ച് നമ്മൾ അവൻ്റെ സന്നിധി നിഷ്കളങ്കരാകണമെന്നും നമ്മൾ അവൻ്റെ സന്നിധി വിശുദ്ധരാകണമെന്നും മാത്രമേ ദൈവം ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറെ വളരെ പരിപാടികൾ നമുക്കുണ്ട്. അത് പലതും നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണെങ്കിൽ പോലും ആ ഉത്തരവാദിത്തങ്ങളെക്കാൾ ഉപരിയായിട്ട് അത് നമ്മുടെ പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളുമാണെന്നുള്ളത് കൊണ്ട് പലപ്പോഴും അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതി നമ്മൾ എത്തുന്നതിന് തടസ്സമാകാറുണ്ട്. പലതും അതിൽ തന്നെ തെറ്റല്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം. അത് പലതും ശരിയാണെന്നുള്ളത് കൊണ്ട് തന്നെ അത് ന്യായമായതാണെങ്കിലും ആ ന്യായത്തെ പലപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ന്യായമായതായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എൻഡപ്പ് ചെയ്യുമ്പം നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്ന ആ അൾട്ടിമേറ്റ് പർപ്പസിലേക്ക് അതിൻ്റെ ആ ഫുൾനെസ്സിലെത്താൻ കഴിയാതെ പോകാറുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാനൊരു മുഖവര പോലെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആത്മീയ യുദ്ധത്തോടുള്ള ബന്ധത്തിനകത്തും നമുക്ക് പലപ്പോഴും ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിലൊരു യുദ്ധം ചെയ്യാനോ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് വരാനോ പലപ്പോഴും കഴിയാത്തത് ഇതുപോലെ തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വിജയം എല്ലാ മേഖലകളിലും അതിനെ നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതിൻ്റെതായ ആ വിജയം നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന ഒരു സെലിബ്രേഷനാണ്. ശരിക്കും ഒരു വിജയാഘോഷത്തിൻ്റെ ജീവിതമാണ്. എന്നാൽ നമുക്ക് പലപ്പോഴും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരോട് പരീക്ഷ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറയുന്ന പോലെ നമ്മുടെ ഉത്തരം. എങ്ങനെയുണ്ടോ മോനെ പരീക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും കുഴപ്പമില്ലായിരുന്നു അച്ഛാന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിക്കാനുള്ള മാർക്ക് കിട്ടും, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലാതെ ഇച്ചിരി നല്ല മാർക്ക് കിട്ടും. പക്ഷെ അതിൻ്റെ ഫുൾനെസ്സിലെത്തുമെന്ന് അവൻ്റെ വായിന്ന് വരത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹിന്ദിക്കാരും സാധാരണ മലയാളികളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എപ്പോഴും പറയാറുണ്ട്. മലയാളികൾ നന്നായിട്ട് ചെയ്താലും പറയും എന്തെങ്കിലും കുഴപ്പം പറയും. എന്നാൽ ഹിന്ദിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ലല്ലോ അവർ പറയും ബെഡിയാന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര നന്നായി നിന്ന് എക്സലൻ്റ് എന്നേ അവർ പറയുള്ളൂ. അങ്ങനെ ഞാൻ പറയണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളങ്ങനെ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല, പക്ഷെ നമ്മളങ്ങനെ ആയിരിക്കണം. പക്ഷെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഒരു ദൈവവചന ഭാഗം വായിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിനകത്ത് ഞങ്ങൾ സാത്താനോടുള്ള ബന്ധത്തിനകത്തുള്ള ചില കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോൾ അതിനകത്ത് എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്തകളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. 2-ാം അധ്യായം 11-ാം വാക്യം. സാത്താൻ നമ്മളെ തോൽപ്പിച്ചു കളയരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഈ വാക്യം നമുക്കറിയാത്തവരാരുമില്ല. നമുക്കറിയാം സാത്താൻ നമ്മളെ തോൽപ്പിച്ച് കളയരുത്. അപ്പം അതിൻ്റെ അർത്ഥം സാത്താൻ തോൽപ്പിച്ച് കളയാൻ കഴിയും എന്നുള്ളത് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അത് സാത്താൻ നമ്മൾ തോൽപ്പിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ സാത്താൻ തോൽപ്പിക്കാനുള്ള അവസരം കൊടുത്തിട്ടാണ്. അവസരം കൊടുക്കാതെ സാത്താനെ നമ്മൾ തോൽപ്പിക്കാൻ കഴിയത്തില്ല. സാത്താൻ എന്ന് പറഞ്ഞ പദത്തിന് പല ഗ്രീക്കിനകത്തും എബ്രായ പദത്തിനകത്തും 2 തരത്തിനകത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഗ്രീക്ക് പദത്തിൽ കൂടുതലും ഒരു അപവാദി എന്നുള്ളൊരു അർത്ഥത്തിനകത്താണ്. എബ്രായ പദത്തിനകത്ത് ഒരു ഒപ്പോണന്റ്, ഒരു എതിരാളി എന്നുള്ളൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എതിരാളി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിൻ്റെ എതിരാളി എന്നുള്ളൊരു കാര്യമല്ല, ദൈവത്തോട് എതിർക്കുന്നവെന്നുള്ള അർത്ഥത്തിനകത്താണ് അവിടെ എതിരാളി എന്നുള്ള പദം ഉപയോഗിച്ചത്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ
ദൈവത്തിന്റെ എതിരാളിയല്ല പിശാച്. കാരണം ദൈവത്തിന് അങ്ങനെ ഒരു എതിരാളി ഇല്ല. ദൈവത്തിന് അങ്ങനെ ആർക്കും ദൈവത്തിന് ആരും ഒരു എന്താ പറയുക, നമ്മൾ പറയത്തില്ല, ഒരു തുല്യശക്തി എന്ന് പറയാൻ വേറെ ആരുമില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും യോട് എന്താ പറയുക, സമരായിട്ട് വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയത്തില്ലേ, കർത്താവിനൊന്ന് എതിർക്കാൻ, കർത്താവിന് ഒരാൾ എതിരാളി, തനിക്ക് തുല്യനായിട്ട് ഒരു എതിരാളി വേറെ ഇല്ല. എന്നാൽ പിശാച് കർത്താവിനോട് എതിർക്കുന്നു എന്നുള്ളതാണ് കാര്യം. കാരണം അത് അവന്റെ ദുർമോഹങ്ങൾ നിമിത്തവും അവന്റെ അഹങ്കാരം നിമിത്തവും അവന്റെ അഭിലാഷങ്ങൾ നിമിത്തവും അവന്റെ സാഹസങ്ങൾ നിമിത്തവും എന്നാണ് നമ്മൾ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. ബൈ ഹിസ് വയലൻസ് ഹി വാസ് ഫിൽഡ് വിത്ത് ഹിസ് വയലൻസ്. അവന്റെ അഹങ്കാരം, അവന്റെ മോഹം, കർത്താവിന്റെ സിംഹാസനത്തിന് മുകളിൽ തന്നെ സിംഹാസനം വെക്കാനുള്ള അവന്റെ ആഗ്രഹങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അവൻ അതിൽ നിന്ന് വീഴപ്പെട്ടതിന്റെ കയ്പും പകയും നിരാശയും ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവൻ ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നത്. പക്ഷെ ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നു പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ദൈവത്തോടൊന്നും എതിർത്ത് നിൽക്കുന്നില്ല. കാരണം അങ്ങനെ എതിർത്ത് നിൽക്കാൻ അവന് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തിന്റെ അധികാരങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ടാണ് ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നത്. അത് ദൈവത്തോട് എതിർത്ത് നിൽക്കാനായിട്ട് അവൻ ചെയ്യുന്ന ഒരു കാര്യം, ചില ലീഗൽ ആസ്പെക്ട്സിനകത്ത്, കാരണം ദൈവം നീതിമാനും ന്യായവും ഒക്കെ ഉള്ള ദൈവമായതുകൊണ്ട് ആ നീതി ന്യായവും ഒക്കെ വെച്ചാണ് അവൻ ദൈവത്തോട് എതിർക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ന്യായപരമായ ഒരു കാര്യം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഞാൻ ഇച്ചിരി പരുഷമായിട്ട് സംസാരിക്കും. എങ്ങനെ പരുഷമായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സാധനം കയറുന്നേക്കണം കേട്ടോ എന്ന് ഞാൻ നിങ്ങളോട് പറയും. കാരണം അത് എൻ്റെ സാധനമായതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലീഗൽ ആസ്പെക്ട്സിനകത്ത് ദൈവത്തിന്റെ ഒന്നും അവന്റെ കയ്യിലില്ല. കർത്താവ് പറഞ്ഞതുപോലെ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് ഞാനുമായിട്ട് യാതൊരു കാര്യവും ഇല്ല. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവന്റെ പല സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തോട് അവൻ എതിർക്കാറില്ല. അവൻ എതിർക്കുന്നത് പലപ്പോഴും നമ്മളോടാണ് എതിർക്കുന്നത്. അതുകൊണ്ടാണ് അവനെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ശത്രു എന്ന് നമ്മൾ വേദപുസ്തകത്തിനകത്ത് പിശാചിന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹീസ് അവർ എനിമി. അവൻ കാരണം നമുക്കെതിരെ അപവാദങ്ങൾ പറയുന്നു. അവൻ നമ്മളെ പല രീതിക്കകത്ത് നമ്മളെ തളർത്താൻ, നമ്മളെ തകർത്ത് കളയാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇതും ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അവനിത് എതിർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, എതിരാളിയാണെങ്കിലും അതിനും അവന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യം പോകുന്നത്, നമ്മുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞിന് ഇച്ചിരി ബുദ്ധി കുറവാണെന്ന് വിചാരിച്ചു, നമുക്ക് അതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഇതാണ്. പക്ഷെ ദൈവത്തിന്റെ സന്നിധി നമ്മൾ ഓർക്കണം, ദൈവത്തിന് ഇതൊരു വിഷയമല്ല. കാരണം ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഗോഡ്സ് പ്ലാൻ. ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അതെന്തുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപം ഈ ഭൂമി പ്രവേശിച്ചപ്പോൾ ദൈവം ഈ പാപത്തിന്റെ മേലുള്ള വിജയം നമ്മൾ ആഘോഷിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം കൊണ്ട് ഈ കാര്യങ്ങൾക്ക് അനുമതി കൊടുക്കുന്നതാണ്. അതാണ് നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. യോബിന്റെ പുസ്തകത്തിൽ ദൈവത്തിനെല്ലാം അനുമതി കൊടുത്തതിന് കാരണം ദൈവത്തിന് ഒരു പദ്ധതി അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ശ്രേഷ്ഠമായ പദ്ധതിയും ദൈവത്തിന് മനുഷ്യനോടുള്ള പദ്ധതിയും നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഈ രാത്രിയിലെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ ഒരു വേറൊരു മേഖലയിൽ നമ്മളായിത്തീരാനായിട്ട് വരും. നമ്മുടെ അതിനകത്ത് ദൈവോന്മുഖമായി ചിന്തിക്കുകയും ദൈവത്തോട് ചേർന്ന് നിന്ന് ഈ യുദ്ധത്തിൽ ക്രിസ്തുവിന്റെ വിജയം നമ്മൾ ആഘോഷിക്കാനായിട്ടിടും. അത് നമ്മൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ വചനത്തിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുമ്പോൾ നമുക്കത് സാധിക്കാം. അപ്പൊ ഇതിനുള്ള ബന്ധത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാത്താന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ സാത്താൻ എന്തിനാണ് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്ന്, നമുക്കെതിരായിട്ടുള്ള പാപങ്ങളെ കൊണ്ടുവന്നാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് ഞാൻ ഇതിലോട്ട് വരാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചു. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ചില തത്വജ്ഞാനങ്ങൾ കൊണ്ട്, ചില ഫിലോസഫീസ് കൊണ്ട്, ചില വെറും വഞ്ചനകളെ കൊണ്ട് നിങ്ങളെ ആരെങ്കിലും കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം പിശാച് അവരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അന്ന് കഴിഞ്ഞു അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം
ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണം. അപ്പൊ അവരെങ്ങനെയാണ് ചെയ്യുന്നത്? അത് മനുഷ്യരുടെ സമ്പ്രദായങ്ങൾ കൊണ്ടുവരിക എന്നുള്ള, മനുഷ്യന്റെ കുറച്ച് രീതികൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ, ദ പ്രിലിമിനറി ഡോക്ട്രിൻസ്, പ്രൈമറി ഡോക്ട്രിൻസ് ഓഫ് ദിസ് വേൾഡ്. അതെന്താണ് പൗലോസ് ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ഈ അതിന്റെ 2:20 വായിച്ചാട്ട്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ചില ചട്ടങ്ങളാണ്, ചില ഓർഡിനൻസസ് ആണ്. അത് തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്. നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പന്നി കഴിച്ചു കഴിഞ്ഞാൽ വലിയ കുറ്റബോധത്തോടെ പിന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ ചിന്ത എന്നാന്ന് വെച്ചാൽ പന്നിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. നമ്മുടെ മനസ്സിലായി. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ നിങ്ങളോട് പറയും. ഒരിക്കലും ഒരു നോർത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു പാസ്റ്റർ, മലയാളി പാസ്റ്റർ, അദ്ദേഹം എന്തോ ഒരു കാര്യം, ഞാൻ മറന്നുപോയി എക്സാക്ട്ലി, അവരെന്തോ ഒരു ആരാണ്ടും അവർക്ക് ഒരു പന്നിയിറച്ചി കൊടുത്തു. കഴിച്ച ഉടനെ അവരുടെ എല്ലാം വയറ് വീർത്തു, എല്ലാവർക്കും പ്രശ്നമായി. എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, അവർ വലിയ പോരാട്ടമാണ്, അത് ഞങ്ങൾ ഇങ്ങനെ എന്താണ്ടും ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു അത് കഴിച്ച കുഴപ്പമാണ്? നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങളുടെ ഭയം ഒന്ന് മാറ്റിയിട്ട് നിങ്ങളൊന്ന് മാനസാന്തരപ്പെട്ട്, അങ്ങനെ കഴിച്ചതിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങൾ അവരുമായിട്ട് കാണിച്ച എന്തോ ഒരു ബന്ധമാണ്, അതിന് നിങ്ങൾ ഓർത്ത് മാനസാന്തരപ്പെടാൻ പോകും. ഈ പറഞ്ഞ് മാനസാന്തരപ്പെടാൻ ഞാൻ പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിയുന്നതിനും എന്നെ ഫുൾ വിളിച്ചിട്ട് ഇപ്പൊ എല്ലാം ശരിയായിരുന്നു. അവരുടെ ഞാനത് എക്സാക്ട്ലി മറന്നുപോയി. അവരുടെ ഒരു തെറ്റിദ്ധാരണ, അവർ വിചാരിച്ചത് ഈ പന്നിയിറച്ചി കഴിച്ചത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. പക്ഷെ അതല്ല അതിനകത്ത് പ്രശ്നം. അവരൊരു ആവശ്യമില്ലാണ്ട് ഭയന്നൊരു ഭയപ്പാട് പിശാച് കൊണ്ടുവന്നു. അപ്പൊ അവർ വിചാരിച്ചു ഈ തിന്നതിന്റെ കുഴപ്പമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, തൊടരുത്, പിടിക്കരുത്, രുചിക്ക്, ഇതിനൊക്കെ എന്തോ കുഴപ്പമുണ്ടെന്ന്. അവർ പഴയ നിയമത്തിൽ പന്നിയെ കഴിക്കരുതെന്ന് പറഞ്ഞതിന് കാരണം വിശുദ്ധവും സാമാന്യവും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ ദൈവം ഇതെല്ലാം കൊടുത്തിരുന്നു. എന്നാൽ അവർ വിശുദ്ധവും സാമാന്യവും തമ്മിലുള്ള വ്യത്യാസം അവർ അറിഞ്ഞില്ല. ഇന്ന് നമ്മുടെ ഇടങ്ങളിൽ പലതും അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള ഓർഡിനൻസസ് വരുന്നത് കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കുറ്റബോധങ്ങളും നിരാശകളും ഭയങ്ങളും സംശയങ്ങളും നമ്മൾ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ലോകത്തിന്റെ മോഹങ്ങൾ, ലോകത്തിന്റെ സ്നേഹം. യോഹന്നാൻ പറയുമ്പോൾ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ പോലെ തന്നെ അപകടമാണ് ലോകത്തിന്റെ സ്നേഹം. കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം എന്നൊക്കെ പറയുന്നത് ഭയങ്കര അപകടം പിടിച്ച കാര്യങ്ങളാണ്. നമുക്കറിയാമല്ലോ, നമ്മള് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, സഹോദരങ്ങളെ, എനിക്കും ഇംഗ്ലണ്ടിൽ വന്ന് നിങ്ങളുടെ കൂടെയൊക്കെ കൂട്ടായ്മയൊക്കെ ആചരിച്ച് അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു വിസയൊക്കെ അയച്ചു തരണമെന്ന് ഞാൻ നിങ്ങളോട് പറയാന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ പറയത്തില്ല, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ അങ്ങനെ പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും, അയ്യോ കർത്താവിന്റെ ദാസൻ എത്ര കാലമായിട്ട് നമ്മുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നു, അദ്ദേഹത്തിന് ഒരു വിസയൊക്കെ അയച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടോ ഞാനിത് എന്തിനാ പറഞ്ഞു? ഞാൻ പറഞ്ഞത് നിങ്ങളോട് എന്താണെന്ന് അറിയാം, നിങ്ങളുമായിട്ട് കൂട്ടായ്മ ആചരിക്കണത്. എന്നാൽ എൻ്റെ മനസ്സിനകത്തുള്ളത് അവിടെ വന്ന് ശുശ്രൂഷിച്ച് 4 പുത്തൻ ഉണ്ടാക്കണമെന്നുള്ളതാണോ എന്ന് നിങ്ങളെങ്ങനെ അറിയുന്നു? നിങ്ങൾക്കറിയാൻ കഴിയുന്നില്ല. ഞാൻ അവിടെ വന്ന് ശുശ്രൂഷിച്ചാൽ പോലും ചിലപ്പോൾ അറിയണമെന്ന് ആഗ്രഹം. ഞാൻ തന്നെ അറിയണമെന്നില്ലല്ലോ, അത് നിങ്ങനെ എങ്ങനെ അറിയുന്നേ? കാരണം അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്താ കിടക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ പോലും അറിയത്തില്ല. അത്രമാത്രം ഡിസെപ്റ്റീവാണ്. നമ്മൾ പറയുന്നത് എൻ്റെ കൊച്ചിന്റെ പഠിത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാ പറയുന്നത്. പക്ഷെ നമ്മുടെ കൊച്ചിന്റെ പഠിത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആൻസൈറ്റി കൊണ്ടായിരിക്കും നമ്മളത് പറയുന്നത്. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒട്ടും കുറഞ്ഞു പോകരുതെന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും നമ്മളത് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചിന്റെ പഠിത്തത്തിൽ കൊച്ച് പരാജയപ്പെട്ട് അത് എനിക്ക് ഒരു ക്ഷീണമായി തീരുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കാം നമ്മൾ പറയും. അതല്ല നമ്മളത് പറയേണ്ടതിന് കാരണം എൻ്റെ കൊച്ചിന്റെ പഠനം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണമെന്നുള്ളത് മാത്രമായിരിക്കണം അതിന്റെ ആഗ്രഹം. എന്നാൽ അത് മാത്രമായിരിക്കണമെന്നുള്ളതിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വഞ്ചിച്ച് നമ്മുടെ ശ്രദ്ധകളെ ആ ദൈവത്തിൽ നിന്ന് മാറ്റി ചില വിഷയങ്ങളിലേക്ക് മാറ്റും. നമുക്കറിയത്തില്ല, നമ്മുടെ
ചിലപ്പോൾ രാത്രി ചിലപ്പം സഹോദരിമാരൊക്കെ പിള്ളേരുടെ പരീക്ഷ ആകുമ്പോഴത്തേക്ക് 21 ദിവസം ഉപവാസം ഇരിക്കുന്നതാണ്. കാരണം 21 ദിവസത്തെ പരീക്ഷയായിരിക്കും. ആ സമയം മുഴുവൻ ഉപവാസമായിരിക്കും. ഞാൻ എൻ്റെ ദൈവമേ, ഇത്രയും പ്രാർത്ഥന ഇവർ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്നേ ലോകം 2 വട്ടം സുവിശേഷീകരിക്കപ്പെട്ട് എത്ര ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടായിരുന്നു. കരഞ്ഞ് നിലവിളിച്ച് നാട്ടുകാർക്ക് മുഴുവൻ ഡേറ്റ് അയച്ചു കൊടുത്തിട്ട് ഞാൻ ആലോചിക്കും, നമ്മൾ എന്താ ഈ കാണിക്കുന്നേ? നമ്മൾ എൻ്റെ പിൻ സമ്മതത്തിൽ നമ്മളെ ദൈവം വിളിച്ച വിളിയിൽ നിന്ന് നമ്മൾ ഇവിടെ മാറിപ്പോകുന്നു. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ മനസ്സിലാക്കണം. നമുക്ക് തോന്നുന്നില്ല പ്രാർത്ഥിക്കുന്ന ഉപദേശിമാർക്കൊന്നും. നിങ്ങൾ എന്നോട് വന്ന് പറയാണ്, മാസ്റ്ററെ ഇങ്ങനെ പിള്ളേർക്ക് ഇത്ര ദിവസം പരീക്ഷയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കായിരിക്കും. ഞാനും പ്രാർത്ഥിക്കും. പക്ഷേ വാട്ട് ഈസ് ദ ഡ്രൈവിംഗ് ഫാക്ടർ ബിഹൈൻഡ് ഇറ്റ്? എന്ത് നിമിത്തമാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കൊച്ചു കാര്യങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏത് കാര്യത്തിനും നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ ആ പ്രാർത്ഥിക്കുന്നതിന്റെ പിന്നിലുള്ള ആഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം. കർത്താവിനോട് ഒരുത്തൻ വന്നേച്ചും പ്രാർത്ഥിച്ചു. അവന്റെ തിരക്കുള്ള സമയത്ത് അവൻ വന്നേച്ചു. കർത്താവ് ഇങ്ങനെ ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ വന്നേച്ചു സഹോദരനുമായിട്ട് എൻ്റെ ഒന്ന് സ്വത്ത് പകുത്തു തരാനായിട്ട് അവനോടൊന്ന് സംസാരിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവ് അവനോട് പറഞ്ഞത് വാക്യം നമ്മളോട് കേട്ടാൽ നമ്മൾ നെഞ്ചത്തടിക്കും. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞോളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെ ചോദിച്ചതിന്റെ പിന്നിനകത്ത് അവൻ ചോദിക്കേണ്ടതല്ലായിരുന്നു. അവൻ ചോദിക്കേണ്ടിരുന്നത് നിത്യജീവനായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്. എന്നാൽ അവൻ ചോദിച്ച എന്താ? നശ്വരമായ ഒരു നശിച്ചു പോകുന്ന ഒരു ഭൂമിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ ഇത്രയും കടന്ന് ആ അവസരം ഉപയോഗിച്ചത്. നമ്മൾ എന്ത് ചെയ്യിക്കണം? പ്രധാനമന്ത്രിയെ കാണാൻ, അവിടുത്തെ UK പ്രധാനമന്ത്രിയെ കാണാൻ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ, സാറേ എനിക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട്, നാളുകളായിട്ടിരിക്കുന്നത്, എനിക്ക് കേരളത്തിൽ നിന്നുള്ള ചിക്കൻ ബിരിയാണി കഴിക്കണം, അത് ഇവിടെ ഒന്നും കിട്ടാനില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്തൊരു അവസ്ഥയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ആ മനുഷ്യൻ എന്തായിരിക്കും ചിന്തിക്കുന്നത്? എൻ്റെ ദൈവമേ, ഇവർ ഇത്ര ദരിദ്രവാസികളായി പോയല്ലോ ചിന്തിക്കുകയായിരുന്നു. അതുപോലത്തെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾ എന്തായിരുന്നു ഇംഗ്ലണ്ടിന്റെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലെ സ്വർഗീയമായിരിക്കുന്ന എന്തെങ്കിലും ആയിരുന്നു ചോദിക്കേണ്ടിയിരുന്നത് അവനാ കിട്ടുന്ന അവസരത്തിൽ. പക്ഷെ അവൻ സ്വർഗീയമായ കാര്യങ്ങളൊന്നുമല്ല അവൻ ചോദിച്ചത്. നശ്വരമായ നശിച്ചു പോകുന്ന വിഷയത്തിന്റെ മേലെ അവൻ അതാണ് അവന്റെ പ്രൈമറി പ്രോബ്ലം. ഇന്ന് നമ്മുടെ പ്രൈമറി പ്രോബ്ലം എന്താണ്? അത് നമ്മൾ വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം പ്രൈമറി ഇഷ്യൂസ്, പ്രൈമറി ആയിട്ടുള്ള പ്രശ്നത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് പകരം സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മളെ സ്വർഗീയമായ കാര്യം, അതുകൊണ്ടാണ് ഇതേ കൊലോസ്യർക്ക് ഇതിനകത്ത് 3-ാം വാക്യം എന്താണ് വായിക്കുന്നത്? 3-ാം അധ്യായം വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവോട് എഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ഭൂമിയിലുള്ളതല്ല. ഭൂമിയിലുള്ളതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പറഞ്ഞേണ്ടത് എന്നാൽ നമ്മൾ ഭൂമിയിലല്ലേ ജീവിക്കുന്നത്. ഭൂമിയിലാണ് ജീവിക്കുന്നത്, പക്ഷെ സ്വർഗത്തിൽ പോകാൻ ഇരിക്കുന്നത്. ഭൂമിയിലുള്ള കാര്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കണം, പക്ഷെ അത് അന്വേഷിക്കരുത്. യു ഷുഡ് നോട്ട് സീക്ക് ഇറ്റ്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഉയരത്തിലുള്ള ചിന്തിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ think that is pertaining Christ. ക്രിസ്തു സംബന്ധമായ കാര്യങ്ങളെ ചിന്തിപ്പീൻ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഭൗമ സംബന്ധമായി ചിന്തിക്കാൻ തുടങ്ങിയാൽ you will end up in this earthly affairs. നമുക്ക് ചിന്തിക്കാൻ എന്താന്നല്ല അതിന്റെ അർത്ഥം, ചിന്താധാരയായി പോയത് നിങ്ങളുടെ ആൻസൈറ്റി ആക്കി മാറാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ നമുക്ക് അവരെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പരീക്ഷ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ അവരെ പഠിപ്പിക്കാൻ കഴിയാതെ. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഭൗമികമായ രീതിയിലൂടെ ഈ കാര്യത്തെ ചിന്തിക്കരുത്. ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. സാധാരണ മനുഷ്യൻ അതിനെ ചിന്തിക്കുന്ന വിധത്തിൽ നമ്മൾ ചിന്തിക്കരുത്. നമ്മള് കൊരിന്ത്യരുടെ പ്രശ്നം എന്തായിരുന്നു? അവര് ശേഷം മനുഷ്യരെ പോലെ സംസാരിക്കുന്നു, ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നു,
നമ്മൾ ശേഷം മനുഷ്യൻ ഒരു പരീക്ഷയെ കാണുന്ന പോലെ നമ്മൾ പരീക്ഷയെ കാണരുത്. ശേഷം മനുഷ്യൻ ഒരു ജോലിയെ കാണുന്ന പോലെ നമ്മൾ ജോലിയെ കാണരുത്. ശേഷം മനുഷ്യൻ ഭാര്യയെ കാണുന്ന പോലെ നമ്മൾ ഭാര്യയെ കാണരുത്. ശേഷം മനുഷ്യൻ ഭർത്താവിനെ കാണുന്ന പോലെ കാണരുത്. ശേഷം മനുഷ്യൻ സുവിശേഷ വേലയെ കാണുന്ന പോലെ കാണരുത്. അല്ലേ? ഇത് അങ്ങനെ കാണുന്നതുകൊണ്ട് സുവിശേഷ വേല എന്നൊരു ബിസിനസ് ആയിട്ട് മാറിയത്. എങ്ങനെയെങ്കിലും 4 പേരെ സഭയ്ക്കകത്താക്കി, സഭയുടെ എക്സ്റ്റൻഡും ആക്കി, അതിരുമാക്കി, ഒരു കെട്ടിടവും ഒക്കെ പണിത്, ഒരു 4 ബ്രാഞ്ചും ഉണ്ടാക്കി, കുറെ ഓർഫനേജ് സ്കൂളും ഒക്കെ തുടങ്ങി. ഇതെല്ലാം എവിടുന്ന് ഉണ്ടാക്കിയതാ? ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിക്കതും ഉണ്ടായത് ഫ്രം അവർ ഓൺ ഈവിൾ ഡിസയേഴ്സ്. പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ ഇടും, ദൈവം എന്നോട് പറഞ്ഞു ബ്രദർ ദർശനം. ദൈവം ദർശനം പറയണ്ടല്ലോ, പിശാചാണെങ്കിൽ ദർശനം തരാനായിട്ട് കാത്തിരിക്കുക. ഇങ്ങനെ തന്നെ പിടിക്കാൻ നമ്മൾ നിൽക്കാന്ന് പിശാചിന് അറിയാം. ഒരിക്കൽ എന്നോട് ഇവിടെ വന്നപ്പോൾ ഒരു ദൈവാസ പ്രവചനമായിട്ട് പറഞ്ഞു, ബ്രദറെ ഒരു സ്കൂള് തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. സ്കൂള് തരാൻ, സ്കൂള് പോയിട്ട് എന്റെ കാര്യം തന്നെ മാനേജ് ചെയ്യാൻ പോയി. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ സ്കൂള് മാനേജ് ചെയ്യാൻ പോയി. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഐ ഷുഡ് നോ മൈ ലിമിറ്റേഷൻസ്. ഐ ഷുഡ് നോ വാട്ട് ഗോഡ് പർപ്പസ് മീ. ദൈവം എന്നോട് സ്കൂള് തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ലിമിറ്റേഷനെ ഞാൻ മറികടക്കാം. ശരിയാ, എനിക്ക് കഴിവില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം എന്നോട് പറഞ്ഞല്ലോ സ്കൂൾ. പക്ഷെ ഈ കാര്യം അദ്ദേഹത്തോട് കൂടെ ദൈവം പറയേണ്ട കാര്യം മാത്രമല്ലല്ലോ, എന്നോട് പറയാമല്ലോ. ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ. ദൈവം എന്നോട് ഇന്നേ വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി നാളെ പറയുകയാണെങ്കിൽ അത് അടുത്ത കാര്യം. ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ശത്രു നമ്മളെ വളരെ വലയിലാക്കി. ഇതൊക്കെ ഞാൻ പറഞ്ഞതിന് ശത്രുവിന്റെ സ്കീമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. ശത്രുവിന്റെ തന്ത്രങ്ങൾ he uses our weakness. ഇത് നമ്മൾ നന്നായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ആൻസൈറ്റീസ് പിശാചിന് നന്നായിട്ട് അറിയാം. നമുക്കറിയാം, ഒരു കല്ല് വെള്ളത്തിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അതിന്റെ റിപ്പിൾസ് കാണുമ്പോൾ അറിയാം അത് കല്ല് എത്ര വലുപ്പം ഉണ്ടായിരുന്നു എന്നറിയാം. കല്ലിന്റെ വലുപ്പം അനുസരിച്ചിരിക്കും അതിന്റെ ആ അലകള് എന്ന് പറയുന്നത് പോലെ പിശാച് ഓരോ ചിന്തകൾ ഇട്ട് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തെ റിപ്പിൾസ് കാണുമ്പോൾ അവന് മനസ്സിലാകും. നമ്മൾ ക്രീമൊക്കെ ഇട്ട് നല്ല മിടുക്കനായിട്ടാണ് നടക്കുന്നതെങ്കിലും നമ്മുടെ ഹൃദയം ചുളുങ്ങുന്നത് പിശാചിന് വായിക്കാൻ അറിയാം. അല്ലേ? നല്ല സുന്ദരിയായ ഒരു പെണ്ണ് പോകുമ്പോൾ ഉപദേശിയുടെ കണ്ണ് മഞ്ഞളിച്ചാൽ പിശാചിന് നന്നായിട്ട് അറിയാം, ആ ആള് മഞ്ഞളിച്ചിട്ടുണ്ട്, ഇനി ബാക്കിയുള്ള ഉപ്പും മസാലയും കൂടി ഇട്ട് കൊടുത്ത ഈ പുള്ളി അതിനകത്ത് കടന്നോളൂ എന്നറിയാം. ഹീ നോസ്. അതുകൊണ്ടാണ് നമ്മളോട് യൗവനമോഹങ്ങളെ വിട്ട് ഓടണമെന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പോസ്റ്റലാണ് തിമോത്തിയോസ്. പക്ഷേ തിമോത്തിയോസ് അത്രയും വലിയൊരു ബിഷപ്പ് ആണെങ്കിലും വലിയ ലീഡർ ആണെങ്കിലും ഹി ഈസ് വെരി യങ്. ഹി ഷുഡ് റൺ അവേ ഫ്രം ഇറ്റ്. ദ്രവ്യാഗ്രഹം വിട്ട് ഓടണമെന്ന് പറഞ്ഞു. ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകം. ഇറ്റ് ക്യാൻ കം ഇൻ എനി ഫോം ഓഫ് അപ്പിയറൻസ്. ഭക്തിയുടെ വേഷത്തിൽ ദ്രവ്യാഗ്രഹം വരും. നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പിശാച് ഏത് സ്പോൺസർ വേണേലും കൊണ്ടുതരും. കർത്താവിനോട് തന്നെ പറഞ്ഞതാ, ഇത് മുഴുവൻ എന്നെ ഏൽപ്പിച്ചേക്കാം, ഞാൻ വേണമെങ്കിൽ ഇതെല്ലാം തന്നേക്കാന്ന് പറഞ്ഞു. He knows. We should be very vigilant. ഇതിന് ചില ക്രൂശ് എടുക്കേണ്ടത് ഇവിടെയാണ് അതിന്റെ ആവശ്യം. ആത്മീയ യുദ്ധത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രൂശ്. അതൊക്കെ പറയാൻ സമയമുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുക. നോക്കിയേ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചില തന്ത്രങ്ങൾ വളരെ നന്നായിട്ട് അറിയണമെന്നാണ്. നമുക്ക് അതിന്റെ 2:11 ഒന്നും കൂടെ വായിക്കാം. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ കൊരിന്ത്യർക്ക് എഴുതിയതാണ്. 2 കൊരിന്ത്യർ 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങൾ നമ്മൾ അറിയാത്തവരല്ലോ. നമ്മൾ ഈ കൊലോഷ്യൻസിനകത്ത് ഞാൻ പറയാനിരുന്ന ഒരു കാര്യം വിട്ടുപോയി. കൊലോഷ്യൻസിനകത്ത് നമ്മൾ ചിന്തിക്കുമ്പം എങ്ങനെയാണ് നമ്മുടെ വിക്ടറി എങ്ങനെയാണ് സാധ്യമായത്, എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്,
നമുക്കറിയാം ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നതിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ തത്വ ചിന്തകളും ഈ വെറും വഞ്ചനകളൊക്കെ നമ്മൾ പെട്ടുപോകുന്നതിനായിട്ട് പിശാച് ഉപയോഗിക്കുന്ന ചില ടൂൾസ് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചു. ചില ആയുധങ്ങൾ, പിശാചിൻ്റെതായ ചില വെപ്പൺസ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 11-ാം വാക്യം. വന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ശരി, വായിച്ചു. 2:11 അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ഇപ്പൊ നമ്മളെ ഇതിലേക്കൊക്കെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം നമ്മുടെ ജഡശരീരമാണ്. ജഡശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെ അനുസരിച്ച് നടക്കുന്ന ശരീരം എന്നുള്ളൊരു അർത്ഥത്തിനാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ റോമർക്ക് എഴുതി വായിക്കുമ്പോൾ നാം ന്യായപ്രമാണത്തിലുള്ള കൃപയ്ക്ക് എത്ര അധീനരായാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. സിൻ ഷാൽ നോട്ട് മാസ്റ്റർ ഓവർ യു. എന്നാ നാം മാസ്റ്റർ ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ഈ ജഡത്തിന്റെ ചിന്തകൾക്ക് കീഴ്പ്പെട്ടാലോ, ജഡ അനുസരിച്ച് നടക്കാൻ പോയാലോ, ഈ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞു. എവിടെ ഉരിഞ്ഞു കളഞ്ഞതാ? എങ്ങനെയാ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞത്? ഉപവസിച്ചിട്ടാണോ ഉരിഞ്ഞു കളഞ്ഞത്? ഉപവസിച്ച ജഡശരീരം ഉരിഞ്ഞ് നിൽക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ കർത്താവ് വരേണ്ട കാര്യമില്ലായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നതിന്റെ 11-ാം വാക്യം ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ, ദ സർക്കംസേഷൻ ഓഫ് ക്രൈസ്റ്റ്, ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനകത്ത് തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. ഈ പരിച്ഛേദന നമ്മൾക്കറിയാലോ, കൈകൊണ്ടല്ലാത്ത ഒരു ഭവനത്തിൽ താമസിക്കാനാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. ബാക്കി എല്ലാ പരിച്ഛേദനയ്ക്കകത്ത് കത്തി ഒരുത്തനെടുത്ത് ഈ അറ്റം അങ്ങ് മുറിക്കും. അങ്ങനെയാണ് ഇത് പരിച്ഛേദന ചെയ്യുന്നത്. ഇത് കൈകൊണ്ടല്ല, ഇത് ആത്മാവിനാലുണ്ടായ ആന്തരിക പരിച്ഛേദനയാണ്. അത് ക്രൂശിലാണ് കർത്താവ് നിവർത്തിച്ചത്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പരിച്ഛേദന എന്ന് പറഞ്ഞത്. നാം പാപത്തിന് കടക്കാരല്ലാത്തതിന് കാരണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നാണ്. ഇന്ന് ഈ ശരീരത്തിൽ ജഡം ഉണ്ടായിരിക്കാം, പക്ഷെ ജഡം വർക്ക് ചെയ്യാതെ വണ്ണം പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതിന്റെ അർത്ഥം. പിന്നെ ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? നമ്മളതിനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട്. നമ്മൾ എങ്ങനെയാ ഫീഡ് ചെയ്യുന്നത്? ഈ ലോകത്തിന്റെ ചിന്തകൾ കൊണ്ട്, ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ കൊണ്ട്, ഭയങ്ങൾ കൊണ്ട്, സംശയങ്ങൾ കൊണ്ട്, ലോകത്തിൻ്റെതായ ചിന്തകൾ കൊണ്ട്. പറയത്തില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ കൂട്ടായ്മയിലെ ഒരു വ്യക്തിക്ക്, ഞാൻ എൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലിരിക്കുക. അപ്പം ഫ്രണ്ടിൽ ഇരിക്കുന്നിടത്ത് അദ്ദേഹത്തെ ഇരുന്ന് പ്രസംഗിക്കാനും ലീഡ് ചെയ്യാനൊക്കെ ഞാൻ അവസരം കൊടുത്തു. അപ്പോൾ അദ്ദേഹം വേറൊരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ പറഞ്ഞു, ഇപ്പം കണ്ടില്ലേ, ദൈവനെ ഉയർത്തി കണ്ടില്ലേ, ഞാൻ അവിടെ എന്നെ പിടിച്ച് ദൈവയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, അവിടെ ഇരുന്നാൽ ഇവിടെ ഇരുന്നാൽ ക്രിസ്തുവിൽ ഇരിക്കുന്ന പ്രാധാന്യം, അല്ലാതെ ഈ ഫ്രണ്ട് കയറിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യമില്ല. ഇതിവിടെ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഫ്രണ്ട് ഇട്ടേ ഉള്ളൂ. ഇതൊരു ഉയർച്ചയായിട്ടൊന്നും കാണണ്ടെന്ന്. കാരണം ദാറ്റ് ഇസ് എ ഡിസെപ്ഷൻ അതിനകത്തുണ്ട്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ ഞാനിപ്പം നിങ്ങളോട് ഇപ്പൊ ഇത് പ്രസംഗിക്കുമ്പോൾ പിശാച് എന്നോട് പ്രസംഗിച്ചു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തോന്നും, കുഴപ്പമില്ല, നല്ല പ്രസംഗമായിരുന്നു തോന്നും. സ്വാഭാവികമായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും എനിക്ക് ബ്രദറെ നല്ല മെസ്സേജ് ആയിരുന്നു കേട്ടോ, ഞാനതൊന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇതെന്താ ഇന്നത് കാര്യം? ഞാൻ ഈ പ്രസംഗത്തിന്റെ പുറകെ പോകണം. പിന്നെ ഞാനൊരു നല്ല പ്രാസംഗികനാണെന്ന് എനിക്ക് തന്നെ തോന്നണം, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ബൈബിൾ പഠിപ്പിക്കും തോന്നണം. ദാറ്റ്സ് എ ഡിസെപ്ഷൻ. ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരു ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണ്. അതിനകത്ത് ആത്മീയതയോട്ടോ എന്തെങ്കിലും ഒന്ന് പറയാനോ അതിനകത്ത് ഇല്ല. സത്യത്തിൽ ഇത് ഗിഫ്റ്റിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന് എന്നെ തോന്നിപ്പിക്കുക. അതായിരുന്നു പിശാചിന് ആദ്യം തോന്നിയത്. അവന്റെ വീഴ്ചയ്ക്കുണ്ടായ കാരണമെന്ന് പറയുന്നത് അവൻ എന്തോ സംഭവമാണെന്ന് അവന് തോന്നി. എന്തുകൊണ്ട്? അവന്റെ സൗന്ദര്യം കൊണ്ട്, അവന്റെ ജ്ഞാനം കൊണ്ട്, അവന്റെ അന്നത്തെ അവന്റെ അവനുണ്ടായിരുന്ന പല വിധത്തിനകത്തുള്ള ക്രമങ്ങൾ കൊണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കഴിഞ്ഞിടെ ഞാൻ ചിന്തിച്ചു, എന്റെ ദൈവമേ, സ്വർഗത്തിൽ ഈ മറയ്ക്കുന്ന കരൂപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറയ്ക്കുന്ന കരൂപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിന് ദൈവികമല്ല അല്ലെങ്കിൽ അശുദ്ധമായതൊന്നും ദൈവസന്നിധി വന്ന് നശിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ളവരൊന്നും അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ നശിക്കാതിരിക്കാൻ അതിനെ ദൈവത്തിന്റെ സിംഹാസനത്തെ ഗാർഡ് ചെയ്യുന്ന കെരൂബുകൾ എന്ന അതിന്റെ അർത്ഥം. അല്ലാതെ ദൈവത്തിന്റെ സിംഹാസനത്തെ ആദ്യം ഗാർഡ് ചെയ്യണമെന്ന് നമ്മൾ അവിടെ അർത്ഥമാക്കിയിട്ടില്ല. അതായത് നമ്മൾ ആരും അങ്ങോട്ട് കയറി ചെല്ലാതെ കൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു കെരൂബ. അവന്റെ ഉള്ളിൽ അവിടെ ഇരിക്കുമ്പോ തന്നെ നിഗളമുണ്ടായെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് എന്നാന്നറിയാം, സ്വർഗത്തിൽ പോയാൽ എല്ലാം ശരിയാവുമെന്ന്. സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ ഒരുത്തനുണ്ടായ പ്രശ്നമാണ് നമ്മൾ ബാക്കി. ഇത്ര ദൈവത്തിന്റെ ക്ലോസ് അസോസിയേറ്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തി, ദൈവത്തിന്റെ ക്ലോസ് അസോസിയേറ്റ് അല്ല, ക്ലോസ്നെസ് അനുഭവിച്ചൊരു വ്യക്തി, ദൈവത്തിന്റെ ക്ലോസ്നെസ് അനുഭവിച്ചൊരു വ്യക്തി, ദൈവത്തിന്റെ എല്ലാ വിധത്തിനകത്ത് അവിടെ വായിക്കുന്ന ഹി വാസ് ദ സീൽ ഓഫ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ടാക്കിയ എല്ലാ സൃഷ്ടികളിലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനകത്തൊന്നും പറയാം. ദൈവം ഉണ്ടാക്കിയ എല്ലാം പെർഫെക്റ്റാ. ആ പെർഫെക്ഷന്റെ മുഴുവൻ സൗന്ദര്യം ശരിക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കപ്പെട്ട ഒരു ക്രിയേഷനായിരുന്നു അല്ലേ? നമുക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്ലാമർ ഒന്നും ഇല്ലാത്തതിനായിട്ട് ദൈവത്തിന് സ്തോത്രം പറയണം. ഗ്ലാമർ ഇല്ലാഞ്ഞിട്ട് തന്നെ നമ്മൾ എന്തോ ഒരു സംഭവമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോരാൻ തോന്നിയല്ലേ? ചിലപ്പോ നമ്മളൊരു മിടുക്കനാണ് നിങ്ങൾക്ക് തോന്നും. ഞാൻ പറഞ്ഞതിന്റെ കാരണം നമ്മളിന്ന് ആരോട് പറയാറില്ലാത്ത രഹസ്യമാണ്, എന്നാലും ഞാനങ്ങ് പരസ്യമായിട്ടൊക്കെ പറഞ്ഞതേ ഉള്ളൂ, തെറ്റിദ്ധരിക്കണം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നമുക്കൊക്കെ തോന്നും, യുനോ. അപ്പൊ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ഫീൽ മെനി, ഇതെല്ലാം നമ്മുടെ ഒരു പ്രശ്നങ്ങളാണ്. നോക്കിയേ, നമുക്കത് ഒന്ന് വായിക്കാം. ഇത് അതിന്റെ ഇവിടെ അടുത്ത അതിന് 12-ാം വാക്യം, 11:12. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ത്രോവോസിൽ വന്നപ്പോൾ കർത്താവിന്റെ തന്നെയാണ്, കൊലോസ്യ ലേഖനത്തിന്റെ തന്നെ മുഴുവൻ വായിക്കണമെന്നില്ല, ഞാനത് വായിക്കാം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അവർ പാസ്റ്റ്, നമ്മൾ എഫേഷ്യൻസ് വായിക്കുമ്പോൾ നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ഇതൊക്കെയായിരുന്നു പിശാച് നമുക്കെതിരെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ. അതുകൊണ്ട് അവന് നല്ല അക്യൂസേഷൻ ചെയ്യാൻ പറ്റും. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മൾ യോബിനെതിരെ പറയുന്ന അക്യൂസേഷൻസ്. അപ്പൊ ഇങ്ങനെയുള്ള അക്യൂസേഷൻസ് പിശാച് ഉപയോഗിച്ചിരുന്നു. കണ്ടില്ലേ, അവൻ പാപത്തിലാ ജീവിക്കുന്നത്, എന്നിട്ടാണ് ഇവന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. യോബിന്റെ പറയാനില്ലായിരുന്നു, എന്നിട്ടും വെറുതെ വെറുതേക്കുക, വെയിൽ കെട്ടി സൂക്ഷിച്ചോണ്ടല്ലേ എന്നാലോചിക്കും. അപ്പൊ ഞാൻ വരുന്നതിന്റെ കാരണം somehow he is a deceiver. അപ്പൊ എന്നിട്ട് അതിന്റെ 14-ാം വാക്യം വായിച്ചിട്ട് 14-15. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ബാക്കി വേണം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ ശബ്ദ എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. നമ്മളെ ആരും വെറുതെ ജഡ്ജ് ചെയ്യരുത്. നമുക്ക് പല കാര്യങ്ങളിലും അങ്ങനെയാണ് കുഴപ്പമാവോ, ഇതിങ്ങനെ ചെയ്താൽ കുഴപ്പമാവും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഒരു പ്രശ്നം യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തെടുത്ത പ്രവൃത്തിയെ കുറിച്ചൊന്നും ബോധ്യമില്ലെന്നുള്ളതാണ്. അവർ വിക്ടറി ബിലോങ്സ് നോട്ട് ബൈ അവർ ഓൺ മെറിറ്റ്സ് ബട്ട് ബൈ ദ മെറിറ്റ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവ് എന്ത് ചെയ്തു? അവൻ നമ്മുടെ അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ചിട്ട് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത്
മായ്ച്ചു. നമുക്കെതിരെ ഒരു ഓർഡിനൻസ് ഉണ്ടായിരുന്നു. എന്താ? അവൻ പാപത്തിൽ മരിച്ചവനായിരുന്നു, അവൻ ദൈവത്തോട് മത്സരിയായിരുന്നു, അവന് ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടന്നവനായിരുന്നു, അവൻ അനുസരണക്കേടിന്റെ ആത്മാവിനെ അനുസരിച്ച് നടന്നവനായിരുന്നു. ഇങ്ങനെയുള്ള കുറെ ലിസ്റ്റ് നമുക്കെതിരെ ഉണ്ടായിരുന്നു, അല്ലെ? എഫേസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള ലിസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. പാപത്തെ ജീവിച്ചവനായിരുന്നു, ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് ഈ ലിസ്റ്റ് എല്ലാം കർത്താവ് എന്ത് ചെയ്തു? ഇതൊക്കെ അങ്ങോട്ട് മായ്ച്ചു. എന്നിട്ട് ഇവിടെ എഴുതിയേക്കുന്നത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് അതിനെ നീക്കിക്കളഞ്ഞു, ഈ ഓർഡിനൻസ് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് വായിക്കുകയാണ്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. എന്ന് വെച്ചാൽ ഈ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെല്ലാം, അവൻ പറയുന്ന അപവാദങ്ങൾ, അവന് നമ്മളോടുള്ള എതിർപ്പുകൾ, നമുക്ക് വിരോധമായിട്ട് അവൻ പറഞ്ഞിരുന്ന എല്ലാ കേസുകളെയും കർത്താവ് റദ്ദ് ചെയ്തു. അതോടെ ശത്രുവിന് ഇനി നമ്മുടെ നേരെ പറയാൻ നമ്മുടെ നേരെ ഉപയോഗിക്കുന്ന ഒരു വെപ്പൺ പോലും ഇല്ല. പിന്നെ ഭയവും ഒക്കെ തീയമ്പ് പോലെ നമ്മുടെ നേരെ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വെപ്പണല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീയമ്പുകൾ എന്ന് പറയുമ്പോൾ അത് പിശാചിന്റെ സ്കീംസിനകത്ത് പെട്ട കാര്യങ്ങളാണ്, ഭയത്തിന്റെ ചിന്തകളാണ്, അത് വെപ്പണല്ല. ദൈവം ആ വെപ്പൺസ് ഒക്കെ പാപം. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെ ദൈവം പുതു മനുഷ്യനാക്കി തീർത്തു. നമ്മൾ പുതിയ മനുഷ്യനാക്കി തീർത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുക. നമ്മൾ വീട്ടിൽ ചെല്ലുന്ന കഴിഞ്ഞിട്ടൊക്കെ പറയും. അപ്പൊ സുവിശേഷമൊക്കെ പറയുമ്പം നമ്മളിതിങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കോപിച്ചെന്ന് വിചാരിച്ചു. എടാ, നീയല്ലേ നീ വലിയ രക്ഷിക്കപ്പെട്ടതാന്ന് പറഞ്ഞത്, പിന്നെ നീ എന്നാടാ കയറി കോപിക്കുന്നതെന്ന് പറയും. അത് മതി. നമുക്ക് പിന്നെ നിരാശയായി, നമുക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ ദൈവമേ, ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. കോപിച്ചത് ന്യായത്തിനാണോ അന്യായത്തിനാണോ എന്നല്ല, നിനക്ക് അങ്ങനെ കോപിക്കാവോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ അവിടെ പെട്ടുപോകും. നമ്മൾ ഞാൻ പറഞ്ഞിട്ട് ന്യായത്തിന് കോപിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ പിള്ളേർ തോന്നിവാസം കാണിച്ചു വെച്ചും നമുക്ക് അടിക്കാതിരിക്കാൻ പറ്റുമോ? അവനെ അടിക്കുന്ന അവൻ നന്നാകാനല്ലേ അടിക്കുന്നത്, അല്ലാതെ എൻ്റെ കോപം തീർക്കാനാണ് ഞാൻ അടിക്കേണ്ടത്. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മൾ കുറെ കഴിയുമ്പം നമ്മൾ നന്നാകാനാകത്തില്ല അടിക്കുന്നത്, കോപം തീർക്കാനായിട്ട് അടിക്കും. ആ പരുവത്തിലേക്ക് പിശാച് നമ്മൾ എത്തിച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന കാര്യം. എന്നാൽ ഇവിടെ കാണുന്നത് ആക്ച്വലി ദ വിക്ടറി ഈസ് ബീൻ ഡൺ. അത് ക്രൂശിൽ കർത്താവ് നിവർത്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവന്റെ ആയുധവർഗം വെപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഇന്ന് പിശാച് നമുക്കെതിരെ ഉപയോഗിക്കുന്നത് എന്താണ്? അതാണ് ഞാൻ ഇന്ന് ഒന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിച്ച് വന്ന കാര്യം. നമുക്ക് കൊരിന്ത്യൻസിനകത്ത് വരാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 11-ാം വാക്യം ഒന്നുകൂടെ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഇവിടെ എഴുതിക്കുന്ന സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, സാത്താൻ അപവാദം പറഞ്ഞ് നമ്മളോട് അപവാദങ്ങൾ പറയും. നീ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഇപ്പം കോപിച്ചു, നീ എന്തിനാ കോപിച്ചത്, നീ കോപിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാപം ചെയ്യിപ്പിക്കാൻ പ്രലോഭിപ്പിക്കുന്നതും പിശാച് തന്നെയാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്ത പാപത്തെ ഓർത്ത് കുറ്റബോധം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും പിശാച്. പക്ഷെ പിശാച് ഒരിക്കലും പാപബോധം കൊണ്ടുവരത്തില്ല, കുറ്റബോധം കൊണ്ടുവരും. നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ പറയും പ്രാർത്ഥന ശരിയായില്ലെന്ന് പറയും, പ്രാർത്ഥിച്ചില്ലേ പറയും പ്രാർത്ഥിച്ചില്ല എന്ന് പറയും. എന്നാൽ പ്രാർത്ഥിക്കാനുള്ള ഇത് തരും, അതുകൊണ്ട് തരത്തുമില്ല. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. നോക്കിയേ, നമ്മുടെ ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് വായിക്കുന്നത്. സാധാരണ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. ഇത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇവിടെ നിർത്താം. നമുക്കതൊന്ന് ഈ ഒരു പശ്ചാത്തലം നമുക്ക് അറിയാവുന്ന പശ്ചാത്തലമാണ്. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് ഇത് പറയാനുണ്ടായിട്ടുണ്ട്. കാരണം പൗലോസ് കൊരിന്തിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ചെന്നില്ല. പൗലോസ് ചെല്ലാതിരുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒരു കാരണം പല കാരണങ്ങളുണ്ട്. അത് പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യം. അതിന്റെ 2-ന്റെ 1 വായിച്ചാൽ, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുത് എന്ന് ഞാൻ നിർണയിച്ചു. അപ്പൊ ഞാൻ വീണ്ടും വരുന്നത്, അതായത് ഒരു പ്രത്യേക ഇഷ്യൂ നടന്നിട്ട് ഞാൻ ഇനി ഒന്നും കൂടെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് ദുഃഖം ഉണ്ടായി. അവിടെ വന്നപ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടായി. ഞാൻ വീണ്ടും ഇനി അവിടെ വന്നാൽ എനിക്ക് ഇനിയും എന്ത് ചെയ്യും? ദുഃഖമുണ്ട്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളൊന്ന് ഓർത്തോ, ഞാൻ UK അവിടെ വന്നു. ഞാൻ UK അവിടെ വന്നിട്ട് നിങ്ങൾ സഭയിലുള്ളവരെല്ലാം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ അതിന് നന്നായിട്ട് വഴക്കും.
അപ്പൊ നിങ്ങൾക്കും പ്രയാസമായി, വഴക്ക് പറയുന്ന എനിക്കും പ്രയാസം. അപ്പൊ നിങ്ങൾ അതിനോട് എതിർത്തു. ബ്രദർ പറഞ്ഞത് ശരിയല്ല, ബ്രദർ ആ പറഞ്ഞത് അങ്ങനെ പറയാവൂ, നിങ്ങൾ ഇന്ത്യക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ പറയാം, ഞങ്ങളുടെ യുഗക്കാരുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാവൂ എന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട്. അപ്പൊ എനിക്ക് ഭയങ്കര പ്രയാസമായി, നിങ്ങൾക്കും പ്രയാസം. ഞാൻ ഒരു ഉദാഹരണം പറയുന്നു. എന്നിട്ട് ഇവിടെ ഇരിക്കുന്നത് തന്നെ, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്ന ദുഃഖത്തോടാകുന്നത്. അപ്പൊ ആദ്യം വന്നപ്പോഴെന്തുണ്ടായി? എനിക്ക് ദുഃഖം ഉണ്ടായി. ഇനി ഞാൻ വന്നിട്ട് എന്ത് ചെയ്യും? ഇനി ഞാൻ ഒന്നും കൂടെ UK വന്നിട്ട് നിങ്ങളുമായിട്ടൊരു പ്രയാസം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കൂ? ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൗലോസ് പറയാണ്, ഞാൻ അതുകൊണ്ടാണ് വരാതിരുന്നത്. സത്യത്തിൽ ഞാൻ വരേണ്ടതാണ്, പക്ഷെ ഞാൻ വരാതിരുന്നതിന് ഒരു കാരണം അതാണ്. അതുകൊണ്ടാണ് പൗലോസ് അതിന്റെ 23-ാം വാക്യത്തിൽ വായിച്ചാട്ടെ, അതിന്റെ 1:23. എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ടത്രേ ഞാൻ ഇതുവരെ കൊരിന്തിൽ വരാത്തത്. ഇതുവരെ എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഇതുവരെ ഞാൻ കൊരിന്തിൽ വരാതിരുന്നത് നിങ്ങളെ ആദരിച്ചിട്ടാ. നമ്മൾ തമ്മിൽ ഒരു സ്പർദ്ധ ഉണ്ടാകട്ടല്ലോ എന്ന് വെച്ചിട്ട് പുള്ളി അത് ചെന്നില്ല എന്ന് വെച്ചിട്ട് പുള്ളി ചെയ്തില്ല. പുള്ളി ഒരു എഴുത്ത് അങ്ങോട്ട് എഴുതിയ. നമുക്കറിയാം ഇന്നത്തെ കാലമല്ലല്ലോ, ഇന്നാണെങ്കിൽ നമുക്കറിയാം ഈ പ്രത്യേകതയുണ്ട്. ഞാൻ കത്ത് എഴുതിയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. എഴുത്തിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നമുക്ക് ഇന്ന് എഴുതാൻ പറ്റും. ഇന്നത്തെ SMS കാലത്ത് നടക്കുകയല്ല. അല്ലെങ്കിൽ വാട്സപ്പിനകത്ത് മെസ്സേജിനകത്ത് ഒരു തമ്പൊക്കെ കാണിച്ച് ഇമോജിയൊക്കെ കാണിച്ചാൽ നമ്മൾ മെസ്സേജ് ഒറ്റ ഒരു ഇമോജിക്കകത്ത് നമ്മുടെ എല്ലാം പറയാനുള്ളത് പറഞ്ഞു കഴിയുന്നത്. മറ്റേത് അങ്ങനെയല്ല. നമ്മളൊരു എഴുത്തിനകത്ത് എല്ലാം വിശദമായിട്ട് ഇരുന്ന് എഴുതും. ഞാൻ 2-3 ദിവസം എടുത്ത് ചിലർക്ക് കത്ത് എഴുതിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിരിക്കും ഞാൻ ഇതിൽ എഴുതിയത്. അപ്പൊ അങ്ങനെ കത്തുകൾ നമ്മൾ എഴുതുന്ന ഒരു കാലഘട്ടത്തിലായി കത്ത് എഴുതി. അപ്പൊ ഈ കത്തിനകത്ത് എഴുതുമ്പോൾ എന്നാലും ആരും നമ്മുടെ മുഖം വായിക്കുകയല്ലോ, ആരും നമ്മുടെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കും, പുള്ളി പഴയതും കൊണ്ടാണ് വരുന്നത് നിങ്ങൾ നോക്കി. ഇതാകുമ്പോ ഈ കത്ത് എഴുതും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പുള്ളി കത്തൊക്കെ ഒന്ന് എഴുതി അവിടെ ചെല്ലാനായിട്ട് ഇരുന്ന പുള്ളി അതിന്റെ റീസണും പറയുന്നുണ്ട്. അതിന് താഴോട്ട് വായിച്ചാട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞാൻ 2-ാം വാക്യം. അതിന് ദൈവം 2 കൊരിന്ത്യർ 2. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവൻ അല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നത് ആർ? അപ്പൊ ആദ്യം വന്ന വരവിനകത്ത് പൗലോസിനെ ദുഃഖിപ്പിച്ചു. അപ്പം പൗലോസിനെ മാത്രമല്ല ദുഃഖിപ്പിച്ചത്. അതിന്റെ 3-5-ാം വാക്യം വായിച്ചാട്ടെ. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിലേറെ പറയരുതല്ലോ, നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ കാരണം ഉണ്ടായ പ്രശ്നമാണ് സഭയിൽ. ഒരു പക്ഷേ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് എഴുതിയ അപ്പന്റെ ഭാര്യ വെച്ചവന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും പ്രശ്നമായിരിക്കാം. പക്ഷെ ഏതാണേലും ഒരു പ്രശ്നം അവിടെ ഉണ്ടായി ഒരു മനുഷ്യൻകാരൻ. അത് പൗലോസിനെ ദുഃഖിപ്പിച്ചു. അത് ഒരു അർത്ഥത്തിൽ കൊരിന്ത്യരെ മുഴുവൻ ദുഃഖിപ്പിച്ചു. അവർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായി. ആ പൗലോസ് പറയുന്നത് നിങ്ങൾ ആദരിച്ചിട്ട് അവരെ വരാതിരുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മുടെ ഇടകളിലൊക്കെ നമ്മൾ ഈ ആത്മീയ പോരാട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് പിശാചിനെ ശാസിച്ചാൽ പോകുന്ന മേഖലകളുണ്ട്, എന്നാൽ ചിലത് ശാസിച്ചാൽ പോകത്തില്ല. അതിന് ദൈവികമായ ചില നിർണയങ്ങളും തീരുമാനങ്ങളും രൂപാന്തരവും പരിവർത്തനം ആവശ്യമുണ്ട്. അത് പറയാൻ ഞാൻ ഇത്രയും. കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ ഓൾറെഡി ഡയാനയുടെ ഈ എഫസോസിലെ ഡയാനയുടെ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. കാരണം ആ ഭാഗമൊക്കെ ഒരു ഡയാനയുടെ ഒരു കേന്ദ്രത്തിൽപ്പെട്ട ഘടക. അതുകൊണ്ട് തന്നെ അവിടെ എന്താ പറയുക, ഈ അപ്പന്റെ ഭാര്യ ഒരുത്തം വെച്ചുകൊണ്ടു എന്ന് പറയുന്ന വലിയ അത് ജാതികളുടെ ഇടയിൽ ഇല്ലെങ്കിൽ പോലും അത് അതിനുള്ള സാധ്യതകൾ അവിടെ കൂടുതലുള്ള സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം മ്ലേച്ഛതയുള്ള സ്ഥലമാണ്. ഇപ്പൊ നമുക്കറിയില്ല, ഭൂമിയിൽ എല്ലായിടത്തും മ്ലേച്ഛതയുണ്ടെങ്കിലും ചിലയിടത്തും മ്ലേച്ഛത ഇച്ചിരി കൂടുതലാണ്. കാരണം അതിൻ്റെതായ വ്യാപാര ശക്തികളും അവിടെയുള്ള ആരാധനകളും സേവകളും ഒക്കെ അങ്ങനെ അനുസരിച്ചാണ്. എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു പട്ടണം തന്നെയായിരുന്നു കൊരിന്ത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ അധാർമികതയുണ്ട്. പക്ഷെ പൗലോസ് അത് അവിടുത്തെ പിശാചിന്റെ പ്രശ്നമാണെന്ന് പറയുന്നില്ല. നമ്മളാണ് അതാണ് പറയത്തുള്ളൂ, അല്ലേ? ഇപ്പൊ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു പരാജയം പറ്റുമ്പോൾ നിങ്ങൾ എന്നോട് പറയാണ്, ബ്രദറെ അത് പറ്റിയത് പരാജയമാണോ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയത്തില്ല ഈ കുരുക്ഷേത്രയിലെ പോരാട്ടം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. പണ്ട് നിങ്ങൾ കേട്ടിട്ടില്ല, മഹാഭാരതത്തിന്റെ പോരാട്ടം അറിയത്തില്ലായിരുന്നു? അതുപോലത്തെ പോരാട്ടം എൻ്റെ ബ്രദറെ. ഇവിടെ ഭയങ്കര യുദ്ധങ്ങളാണ്. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് UK എന്താ അറിയാം? നിങ്ങൾ നല്ല സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയാം ശരിയാ പാസ്റ്റർക്ക് ഭയങ്കര പോരാട്ടമെന്ന്.
പോരാട്ടം എന്റെ അകത്താ. അല്ലാതെ ഇവിടുത്തെ ദേശാന്തര ശക്തികളുടെ പോരാട്ടം അതവിടെ കിടന്നോട്ടെ. അതവിടെ ഇരിക്കുമ്പോൾ ഈ പോരാട്ടം എന്തുകൊണ്ട് എന്നെ അടിച്ചു? അതങ്ങനെ അടിച്ചെങ്കിൽ അതിന് കാരണക്കാരൻ പുറത്തല്ല, അകത്താ. അതുകൊണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ വിദേശത്തുണ്ട്. അപ്പൊ പുള്ളി എന്നോട് ഒരിക്കൽ പറഞ്ഞു, ബ്രദറെ, സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കാര്യം പറഞ്ഞാൽ, അപ്പൊ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, നിങ്ങൾക്ക് അറിയത്തില്ല, ഇന്ത്യയിലുള്ളവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായി, ഇവിടെ എല്ലാത്തിനും ടാക്സ് കൊടുക്കണം, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവസാനം എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞോടോ, അവിടുത്തെ ദൈവം തന്നെ ഇവിടുത്തെയും ദൈവം. ഏത്? അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒന്ന് പിരിഞ്ഞ് ഞങ്ങൾ ഒരു 6 മാസം വേണ്ടിയില്ല. 6 മാസം കഴിഞ്ഞപ്പം വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഇപ്പം വിശ്വാസത്താ ഞാൻ ജീവിക്കാൻ പഠിച്ചത്. അവിടെയാണേലും വിശ്വാസം, ഇവിടെയാണേലും വിശ്വാസം. അവിടെയാണേലും ദൈവം നമ്മുടെ ഒന്ന് തന്നെയാ, ഇവിടെ ദൈവം ഒന്ന് തന്നെ. പ്രശ്നം എവിടെ ഇരിക്കുന്ന? അവർ ആൻസൈറ്റീസ്. അവിടെ വിശ്വാസത്താ ജീവിക്കണം, ഇവിടെയും വിശ്വാസത്താ ജീവിക്കണം. We need to deal with our own carnal nature. അതിനോടുള്ള ബന്ധത്തിൽ ചില ചിന്തകൾ പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നം ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിനുള്ള ബന്ധം ഇത് മുഴുവൻ വായിക്കാൻ പോയാൽ നമ്മുടെ സമയം പോകും. അതിന്റെ 6 പോലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. വായിച്ചാൽ അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവൻ അവരൊരു ശിക്ഷ അവന് കൊടുത്തു. ശിക്ഷ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളെ 1 കൊരിന്ത്യർ അധ്യായം അനുസരിച്ചാണെങ്കിൽ അവന് കൊടുത്ത ശിക്ഷ എന്താന്ന് പറഞ്ഞാൽ അവന്റെ സഭയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. പൗലോസ് അവനെ സഭയിൽ നിന്ന് നിഷ്കാഷനം ചെയ്യുന്നതാണ്. അവന് സാത്താനെ ജഡസംഹാരത്തിനായിട്ട് സാത്താനെ ഏൽപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്ന ഭാഗം. അതിന്റെ അർത്ഥം അവർക്ക് ദുഃഖം ഉണ്ടായില്ല, അല്ലെ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതായത് ഇപ്പൊ ഞാനൊന്ന് ആലോചിച്ചേക്കും, നിങ്ങളുടെ സഭയിൽ ഒരു അവിടുത്തെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു അച്ചായനാന്ന് വിചാരിച്ചു. റിച്ച് ആയിട്ടുള്ള ഒരു അച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്ന അദ്ദേഹമാണെന്ന് വിചാരിച്ചു, മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഒരു അച്ചായൻ നിങ്ങളുടെ സഭയിൽ കാണത്തില്ല, ഉണ്ടാന്ന് നിങ്ങൾ സപ്പോസ് ചെയ്താൽ അങ്ങനെ ഒരാളോടെന്ന് വെച്ചു. അദ്ദേഹത്തെ ഒരു ഇമ്മോറൽ ആയിട്ടുള്ള കാര്യത്തിന് പിടിച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഭാര്യ കൂടാതെ ഒരു ഭാര്യ അല്ലാതെ വേറൊരു ഭാര്യയും കൂടെ ഉണ്ടെന്ന്. നിങ്ങൾ പരുവത്തിലാവും. കാരണം ആ ചർച്ച് ഹോള് പുള്ളിയുടെ പൈസ കൊണ്ട്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മെയിനായിട്ട് പുള്ളിയുടെ പൈസ കൊണ്ട്. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ സഭയിൽ ഭിന്നപക്ഷം ഉണ്ടാകും. ഭിന്നപക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ശതമാനം ആൾക്കാരും പറയും, നമുക്ക് അച്ചായനൊന്ന് താക്കീത് ചെയ്തിട്ട് വിടാം. ചിലർ പറയും പുള്ളിയെ സഭയിൽ നിന്ന് പുറത്താക്കി കളയണം. പക്ഷെ പ്രശ്നമുണ്ട്, സഭയിൽ നിന്ന് പുറത്താക്കിയാൽ ആ ചർച്ച് ഹോള് പോകും, എല്ലാ കാര്യങ്ങളും താറുമാറാണ്. നിങ്ങൾ പിന്നെ 1 മുതൽ തുടങ്ങണം. ആരിതിൻ്റെ എല്ലാം ചെലവ് വൈകി പ്രശ്നമാണ്. കൊരിന്ത്യസ്കാര് അവൻ അത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരു നടപടി എടുക്കാൻ തയ്യാറായില്ല. അത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു ആ വ്യക്തി അവിടെ. എനിക്ക് തോന്നുന്നു പുള്ളി ഇച്ചിരി കൃപാവര പ്രാപ്തനും കൂടി ആയിരുന്നെന്നാ എൻ്റെ ചിന്ത. അത് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, എൻ്റെ ഒരു ചിന്ത പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്കത് വേണമെങ്കിൽ എടുക്കാം, ഇല്ലാതെ എടുക്കാം. ഇങ്ങനെ ഒരു പ്രവാചകൻ നമ്മുടെ സഭയിൽ നിന്ന് പോയാൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? കാശിന് കാശ്, വരത്തിന് വരം, ഒന്നിനും പുള്ളിയെ മാറ്റാൻ പറ്റും. അവസാന സഭക്കാരെല്ലാം കൂടെ പൗലോസിന്റെ എഴുത്ത് വായിച്ചിട്ട് ആ പുള്ളിയെ അങ്ങ് പുറത്താക്കി. ആ ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ് ഇത് എഴുതുന്നത്. ഇത് എഴുതിയിട്ട് പറയുകയാണ്, അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷ മതി. എന്നിട്ടുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വായിക്കാം. അവൻ അതിദുഃഖത്താൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അപ്പൊ ഇവനെ പുറത്താക്കി കഴിഞ്ഞിട്ട് അവനങ്ങ് മാനസാന്തരപ്പെട്ടു. ഈ വലിയ ധനികനായ മനുഷ്യനങ്ങ് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഇതിനിടയിൽ പലരും സഭയുടെ മെയിൻ ആൾക്കാരായിട്ട് മാറിയെന്ന് വിചാരിച്ചു. അതുവരെ പുള്ളിയായിരുന്നു സഭയുടെ നേതൃത്വത്തിനകത്തിരുന്ന്. ഈ പുള്ളിയെ സഭയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ് പലരും അതിന്റെ നേതൃത്വത്തിലേക്ക് വന്നെന്ന് വിചാരിച്ചു. പിന്നെ അവർ ഈ പുള്ളിയെ കയറ്റാൻ സമ്മതിക്കും. വലിയ ബുദ്ധിമുട്ടാ. ഞാനൊരു പ്രായോഗിക വശം പറഞ്ഞതാ. നമ്മുടെ ഈ പ്രായോഗിക വശം പഠിക്കണമല്ലോ.
നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല കാരണവും. ഇവനെ ഇനി ആദ്യം അവർക്ക് മാനസാന്തരമില്ല, രണ്ടാമത് ഇവർക്ക് ഭയങ്കര മാനസാന്തരം. നമുക്കറിയാം ഇത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ മക്കളോട് കനാൻ അവകാശമാക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല. 10 പേര് നോക്കിയിട്ട് പറഞ്ഞു അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, അവര് നമ്മളെ തിന്നു കളയുന്നൊക്കെ പറഞ്ഞ് അവർ പോകാൻ തയ്യാറായി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവര് പോകാൻ തയ്യാറായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഫാസ്റ്റാണ്, ചിലപ്പോൾ ഭയങ്കര സ്ലോ. ആദ്യം അവർക്ക് അവനെ പുറത്താക്കാൻ മനസ്സില്ല, രണ്ടാമത് അവർക്ക് അവനെ തിരിച്ചു കയറ്റാൻ മനസ്സില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ ഒരു പുസ്തകം വായിച്ചത് എൻ്റെ മനസ്സിനകത്ത് ഓർമ്മ വന്നത്, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനകത്ത് ഐദർ വി ആർ ടു ഫാസ്റ്റ് ഓർ വി ആർ ടു സ്ലോ. നമ്മ ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം അവനെ പുറത്താക്കാൻ വലിയ പ്രയാസമായിരുന്നു. അതിന്റെ പേര് പൗലോസ് ഒത്തിരി ദുഃഖിക്കേണ്ടി വന്നു. പൗലോസ് അതുകൊണ്ട് അവിടെ പോയില്ല. പൗലോസ് കത്ത് എഴുതി. അവർ ആ കത്ത് എഴുതിയതനുസരിച്ച് അവർ മാനസാന്തരപ്പെട്ടു. അത് പൗലോസിന്റെ 7-ാം അധ്യായത്തിനകത്തും ഇതിന്റെ 2-ാം അധ്യായത്തിന്റെ തന്നെ 2-3 4 വാക്യങ്ങളിലൊക്കെ അത് പറയുന്നു. എന്നാൽ അവർക്കത് വലിയ നീരസം ഉണ്ടായി. അവർക്ക് വലിയ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ഇതിന്റെ 7-ാം അധ്യായത്തിനകത്ത് അതിന് 11-ാം വാക്യം 10 മുതൽ വായിച്ചു. ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. അപ്പൊ ദൈവഹിതപ്രകാരം ഒരു ദുഃഖമുണ്ട്, ദൈവഹിതപ്രകാരമുള്ള ഒരു രൂപാന്തരമുണ്ട്, മാനസാന്തരം. ദൈവഹിതം അല്ലാത്ത മാനസാന്തരമുണ്ട്. അത് നമ്മൾ വായിക്കണം. അതിന്റെ അതിന്റെ 10-ാം വാക്യം. ദൈവഹിതപ്രകാരം ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ആ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നത്. അനുതാപം വരാത്ത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലായി വിത്തൗട്ട് റിഗ്രറ്റ് എന്ന അതിന്റെ അർത്ഥം. ഇംഗ്ലീഷിനകത്ത് എത്തിക്കുന്നത് വിത്തൗട്ട് റിഗ്രറ്റ് എന്ന. അതിന്റെ മുഴുവൻ വായിച്ച മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ഇപ്പൊ ലോകത്തിന്റെ ദുഃഖമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പാസ് സഭയിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞു വിചാരിച്ചു, 2 രീതിയിൽ അതിന് പ്രതികരിക്കാൻ കിട്ടും. വഴക്ക് പറയുമ്പോൾ പാസ് പറഞ്ഞത് ശരിയാണ്, പാസ് എന്നോട് ക്ഷമിക്കും പാസ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അത് ചേർത്തറ്റി, ഇനി ഞാൻ അങ്ങനെ സംസാരിക്കുന്നില്ല, എന്നോട് ക്ഷമിക്കണമെന്ന്. അത് പ്രകാരമുള്ളത്. ലോകപ്രകാരമുള്ള ദുഃഖം എന്താണെന്നറിയാം. ആ പാസ് ഇത് പറഞ്ഞിട്ട് മിണ്ടാതെ സഭയിൽ നിന്ന് പോയി വീട്ടിൽ പോയി. കാരണം പാസ്വേഡൊന്നും എതിർത്തില്ല. പക്ഷെ വീട്ടിൽ ചെന്നിട്ട് എന്നാലും പാസ്റ്റർ എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ട് ലോകപ്രകാരം ദുഃഖിക്കും. അതും ഒരു ദുഃഖമാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാകത്തില്ല, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. എന്നാൽ അച്ഛൻ അങ്ങനെ പറയാവോ, എന്നാലും അവൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ. മാനസാന്തരം പറഞ്ഞത് ഞാൻ പറഞ്ഞത് തെറ്റാ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് അങ്ങനെ പറയാം. ആ ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടാട്ടമില്ല. പിന്നെ പാസ് വരുമ്പോ സഭ വരുന്നുണ്ട്, കർത്തൃമേശയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, പഴയതുപോലെ അങ്ങോട്ട് ആ കൈ അങ്ങോട്ട് പിടിക്കുമ്പോ അതിന് ഉറപ്പൊന്നും ഇല്ല. എന്തോ ഒരു വൈക്ലഭ്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ചുളിവ് പിശാച് നന്നായിട്ട് വായിച്ചെടുക്കും. ആ ശരിക്കുമുള്ള ദുഃഖം ഉണ്ടാകാതെ, ഞാൻ പറയാം, നമ്മുടെ പലപ്പോഴും ഉള്ള പ്രാർത്ഥനകളുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാമോ? ദൈവഹിതപ്രകാരമുള്ള ദുഃഖമില്ലാത്ത പ്രാർത്ഥനകൾ, ദൈവഹിതപ്രകാരമുള്ള രൂപാന്തരമില്ലാത്ത പ്രാർത്ഥനയാണ്, ദൈവഹിതപ്രകാരമുള്ള നിലവിളിയില്ലാത്ത പ്രാർത്ഥനകളാണ്. ലോകപ്രകാരം ദുഃഖമുണ്ട്. ലോകപ്രകാരം ദുഃഖം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പാസ്റ്റർ വഴക്ക് പറഞ്ഞു,
അപ്പം നമുക്ക് ഭയങ്കര ഭയങ്കര പ്രയാസം. എന്നാലും ഞാനും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, പാസ്റ്ററും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് നമ്മൾ പറയും. അപ്പൊ അതിനകത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലും പാസ്റ്റർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക? ആശ്വസിപ്പിക്കുക. ശരിയായ മാനസാന്തരത്തിന് അവിടെ ഇടവില്ല. ഒരു ശുശ്രൂഷകൻ എന്നുള്ളതിൽ ഞാനിത് അനുഭവിക്കുന്നുണ്ട്, ഞാനത് അഭിമുഖീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇടകളിൽ നമുക്ക് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്കായിക്കുണ്ടായ ദുഃഖം പോലെ ഉണ്ടാകണം. ഇപ്പൊ ഞാനിപ്പോ ചിന്തിക്കുക, അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട് വല്ലാണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നെ എന്നോട് ക്ഷമിക്കും, ഞാൻ നിന്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാം എന്ന് പറയാനുള്ള മനസ്സ് എനിക്കുണ്ടാകണം. ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാനല്ലേ തല, നീയല്ലേ എൻ്റെ കീഴിൽ നിൽക്കേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയ അല്ലേ നമ്മുടെ ഈഗോ വർക്ക് ചെയ്യും. കാരണം വചനം തന്നെ ഉപയോഗിക്കും പിശാച്. അന്നേരം വചനത്തിന്റെ ബൈബിൾ സ്റ്റഡി നമുക്ക് എടുത്തു തരും. ഉടനെ പറയും പുരുഷൻ ക്രിസ്തുവിന്റെ അല്ല, ക്രിസ്തു പുരുഷന്റെ തല, പുരുഷൻ സ്ത്രീയുടെ തല, ഇതെല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കുക. നമ്മൾ മനസ്സിലാക്കണം, enemy is very subtle. He know what to use and how to use and where to use. കർത്താവിനോട് പറഞ്ഞു, കാല് കല്ലിൽ തട്ടി വീഴാതെ വണ്ണം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനെല്ലാം വാക്യം വരും. നമുക്കറിയാലോ, നമ്മുടെ ഇപ്പൊ സഭകൾ അങ്ങനെയൊന്നുമില്ല. പണ്ട് മിക്കവാറും ശൗലും ദാവീദും ആയിരുന്നു നമ്മുടെ നാട്ടിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ആൾക്കാരെ അളക്കുക. ചിലർ ദാവീദായിട്ട് മാറും, ചിലർ ശൗലായിട്ട് മാറും. ആക്ച്വലി രണ്ടു പേരും ശത്രുവിന്റെ കയ്യിലങ്ങ് ആയുധങ്ങളായി മാറുക. നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് വായിച്ചു നിർത്താം, സമയം പോകുന്നല്ലോ. വായിക്കും. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും അത്ര വേണ്ടത്. അവൻ ആശ്വസിപ്പിക്കുക അത്ര വേണ്ടത്. നിങ്ങൾ അവനോട് ക്ഷമിക്കുക മാത്രം ചെയ്താൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കും. അല്ലേ, നമ്മൾ ക്ഷമിക്കും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, ചെന്നങ്ങ് ആശ്വസിപ്പിക്കുകയല്ല. അല്ലേ, ക്ഷമിച്ചത് തന്നെ വലിയ ഔദാര്യം. പിന്നെ ഇനി ആശ്വസിപ്പിക്കാതെ അവൻ എൻ്റെ തലയിൽ കയറിയല്ലോ എന്ത് ചെയ്യും? അല്ലെ, എന്നോട് പണ്ടൊരു സഹോദരി പറഞ്ഞതാ, ഏത് ബ്രദറെ ക്ഷമിക്കായിരുന്നു, പക്ഷെ ക്ഷമിച്ചാൽ അവരെന്റെ തലയിൽ കയറിയാ ഞാൻ എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു. അവര് പറഞ്ഞതൊരു കാര്യമല്ലേ, നമ്മൾ ക്ഷമിച്ചാൽ പോത്ര, നമ്മൾ അവരെ ചെന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യണം. നോക്കി വായിച്ച എന്നിട്ട് അടുത്ത് വായിക്കും. നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിന് തന്നെ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് 8-ാം വാക്യം. ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പ് കൊടുക്കാൻ അങ്ങനെയാണ് നിങ്ങൾ ക്ഷമിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പ് കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവന് നിങ്ങളുടെ സ്നേഹം എന്ത് ചെയ്യണം? ഉറപ്പിച്ചു കൊടുക്കണം. അവന് മനസ്സിലാകണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അത്ര ഉറപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ നാം അവന്റെ തന്ത്രത്തെ വീണു പോകുമെന്നാണ് ഞാൻ പറഞ്ഞില്ല. നമുക്കതൊരു വിഷയമേ അല്ല. ഞാൻ ഈ പറയുന്നൊരു കാര്യം ഒരു വിഷയം നമുക്കറിയാലോ. അവനെ പുറത്താക്കാൻ ആദ്യം അവർക്ക് മനസ്സില്ല. പാപത്തോടുള്ള ബന്ധം നമ്മുടെ പ്രശ്നം അതാ. പാപത്തെ നമ്മൾക്ക് ഇഷ്ടമാ, കുറച്ചൊക്കെ ഇഷ്ടം, അതിനോട് കർക്കശമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇഷ്ടമല്ല. പിന്നെ അവസാനം പ്രവാചകന്മാര് പറഞ്ഞു, ദൈവദാസന്മാര് പറഞ്ഞു, പല ദൂതുകളൊക്കെ കേട്ടപ്പം നമ്മൾ അവസാനം അങ്ങ് രണ്ടും കൽപ്പിച്ചങ്ങ് പാപത്തോട് നമ്മൾ നോ പറഞ്ഞു. അങ്ങനെ പാപത്തോട് നോ പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവസാനം കൂട്ടുകാരനെ എന്ത് ചെയ്തു? നമ്മുടെ ലിസ്റ്റിൽ നിന്ന് അങ്ങെടുത്ത് മാറ്റി. കൂട്ടുകെട്ടാന്ന് വിചാരിച്ചു ലിസ്റ്റ്. അവസാനം കൂട്ടുകാരെ മനസ്സാന്തരപ്പെട്ടു. എന്നാൽ ഇനിയിപ്പോ അവനെ അങ്ങോട്ട് കയറ്റാമല്ലോ. അന്നേരം നമ്മൾ തയ്യാറല്ല, നമുക്കതിന് മനസ്സില്ല.
കാരണം നമ്മളെ എത്ര തന്ത്രപരമായിട്ട് നമ്മുടെ ഈഗോ, നമ്മുടെ ചില ചിന്താഗതികളെ പിശാച് ഉപയോഗിക്കുന്നറിയാം. എല്ലാ മേഖലകളിലും ഈ പ്രശ്നമുണ്ട്. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ നമുക്ക് പലപ്പോഴും ദൈവഹിത പ്രകാരമുള്ള ഒരു മാനസാന്തരമില്ല. നമ്മുടെ മാനസാന്തരം പലതും ലോകപ്രകാരം. അതിനകത്ത് റിഗ്രറ്റ് ഉണ്ട്, അല്ലെ? പിന്നെ നമ്മൾ അങ്ങ് റിഗ്രറ്റ് ചെയ്യും. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത് അനുതാപമില്ലാത്ത. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചത് നിങ്ങൾക്ക് വിത്തൗട്ട് റിഗ്രറ്റ്. അതിനെക്കുറിച്ച് പിന്നെ റിഗ്രറ്റ് ചെയ്യാനൊന്നുമില്ല. മറ്റേത് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് ചിന്തിക്കുക, എന്നാലും ആ പുള്ളിയാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇന്ന് ഈ കുടുംബം ഇതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ല. അത് ഉറപ്പിച്ചു കൊടുക്കാൻ ബ്രദർ ആ സ്ത്രീയെ ഉപേക്ഷിച്ചല്ലോ, അപ്പന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് ഇപ്പൊ ബ്രദർ യഥാസ്ഥാനപ്പെട്ടല്ലോ. ബ്രദർ പോയപ്പോ എന്തൊരു വിഷമമായിരുന്നു ഞങ്ങൾക്കെന്നറിയാവോ? ബ്രദർ ആ സഭയിൽ നിന്ന് പോയപ്പോ ഞങ്ങൾ സത്യത്തിൽ ബ്രദറിനെ പുറത്താക്കിയെങ്കിലും ഞങ്ങളുടെ ഹൃദയം ഭയങ്കരമായിട്ട് വേദനിക്കായിരുന്നു. ബ്രദർ ഇനി ഇങ്ങനെ ചെയ്യരുത് ബ്രദറെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു നല്ലൊരു കൂട്ടായ്മയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തണമെന്നാ പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ മുഴുരാത്രി പ്രാർത്ഥനയല്ല, നമ്മൾ ദിവസങ്ങളോളം പ്രാർത്ഥിച്ചാലും enemy can work in us very subtly. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു, ഞാനൊരു തന്ത്രത്തിന്റെ രീതി പറഞ്ഞത്. അവനെ എന്നിട്ട് പറയാ, ഉറപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് പറയാ, പെട്ടെന്ന് വായിച്ച് നമുക്ക് നിർത്താം, സമയം കഴിഞ്ഞ് 4 മിനിറ്റേ ഉള്ളൂ. നോക്കി വായിച്ച. അതുകൊണ്ട് നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനാകുന്നു ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ പുള്ളി പോകാതെ കത്തെഴുതിയതിന്റെ കാരണം അതാ, ഇവരനുസരിക്കും. അങ്ങനെ അവരനുസരിച്ചു, കത്തെഴുതിയ അനുസരിച്ച് അവരനുസരിച്ചു. അതിനായിരുന്നു ഞാൻ വരാതെ ഞാൻ നിങ്ങൾക്ക് കത്തയച്ചതെന്നാണ് പൗലോസ് പറയുന്നത്. വായിച്ചാൽ നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പുറത്താക്കിയവനെ നിങ്ങൾ അവൻ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞ് കൈക്കൊണ്ടാൽ ഞാനും എന്ത് ചെയ്യുന്നു? എനിക്കും പ്രശ്നമൊന്നുമില്ല. വായിച്ചാട്ടെ. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധിയിൽ ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ നിങ്ങൾ നിമിത്തം ക്ഷമിച്ചിരിക്കുന്നു. ഹൗ കൺസേൺഡ് ഹി വാസ്. നമുക്ക് ഈ ഒരു കൺസേൺ നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളവരെ കുറിച്ചുണ്ട്. UK എത്രയോ പേര് നരകത്തിൽ പോകും. നമുക്ക് ആ കൺസേൺ നമുക്കുണ്ട്. നമ്മുടെ സഹോദരങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഈ യഥാർത്ഥ കൺസേൺ ഉണ്ട്. യഥാർത്ഥ സ്നേഹം ഉറപ്പിച്ചു കൊടുത്തക്കണം, വളരെ പ്രാക്ടിക്കലായിട്ട്. എന്നിട്ടാ വായിക്കുന്നത്, സാത്താൻ നമ്മളെ തോൽപ്പിക്കും. ഇങ്ങനെ സ്നേഹം ഉറപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ സാത്താൻ എന്ത് ചെയ്യും? തോൽപ്പിക്കും. എത്ര പ്രാർത്ഥിച്ചാലും സാത്താൻ നമ്മൾ തോൽപ്പിക്കും. കാരണം പിശാച് തോൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഏത് ലേഖനങ്ങൾ എടുത്താലും അവസാനം ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, നമ്മൾ ശത്രുക്കളെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കണം, നമ്മൾ ഭർത്താക്കന്മാർ ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കണം എന്നൊക്കെ പറയാൻ കാരണം അതാണ്. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് ഗലാത്യർക്ക് ലേഖനം പറയുന്നതിന് കാരണം. ആത്മീയ യുദ്ധത്തിൻ്റെ അകത്ത് ഏറ്റവും പ്രധാന കാര്യം നമ്മൾ ആ കൃപയിൽ നിൽക്കുക എന്നുള്ളതിനകത്താണ്. നമ്മൾ തുടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നുള്ള പ്രമാണങ്ങളിലേക്ക് ഇറങ്ങിപ്പോകരുത്. നമ്മൾ ചില ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകരുത്. ചില ചിന്തകൾക്കും വഞ്ചനകളിലും നമ്മൾ പെട്ടുപോകരുത്. ചില ദുരഭിമാനങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. ചില സ്വാർത്ഥ താല്പര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. നമ്മൾ വിചാരിക്കും അത്രയൊക്കെ വേണോ ബ്രദറെ? ക്രൂശിലേക്കൊന്ന് നോക്കിക്കേ. അത് പറഞ്ഞിട്ട് എന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ നന്നായിട്ടല്ല, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കിയാൽ തനിക്ക് നമ്മോടുള്ള സ്നേഹം എന്തെന്ന് പ്രദർശിപ്പിച്ചു. That is the perfect love that ever the world has seen. നാം ശത്രുക്കളായിരിക്കുമ്പോൾ അവൻ തന്റെ രക്തത്താൽ നമുക്ക് നിരപ്പ് വരുത്തിയേ. നാം അഭക്തരായിരുന്നപ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത് എന്ന് മാത്രമല്ല,
സാത്താൻ തോൽപ്പിക്കരുതെന്നല്ല, സാത്താന്റെ മേൽ ജയമുള്ളവരായി, പാതാള ഗോപുരങ്ങളെ ജയിക്കുന്നവരായി മുന്നോട്ട് പോകാൻ ദൈവസഭയെ ദൈവം സഹായിക്കട്ടെ. കൊച്ചു കല്ലുകളിൽ നമ്മൾ ഇടറി വീഴാതെ വലിയ പാറകളെ തള്ളിക്കളയുന്നവരാക്കി ദൈവം നമ്മൾ നിർത്തട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നത് സെരുബാബേലിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സെരുബാബേൽ നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമാണ്, അവ സമഭൂമിയായി തീരും. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനായി ഞാനത് ചെയ്യും. എന്നാൽ കൃപ എന്ന് ആർത്തുകൊണ്ട് നീ അതിന് ആണിക്കല്ല് കയറ്റും. ഇറ്റ്സ് ഓൾ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മളാകുന്നത് കൃപയാണെന്നും ദൈവത്തിന്റെ കരുണയാണെന്നും അറിഞ്ഞ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് വചനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.